ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ, നമ്മൾ ഒരു ഓൺ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ക്രിസ്മസ് എക്സാം വരാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം പറഞ്ഞുതരാം, ആദ്യത്തെ എക്സാം ആണ് സോഷ്യൽ. അതും ഏറ്റവും കൂടുതൽ ചാപ്റ്റർ ഉള്ളതാണ്. മക്കളെ, ഇന്നും നാളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് വെക്കുന്നുണ്ട്. ഇന്ന് കൃത്യം 7 മണിക്കാണ്. നാളെ മെഗാ മാരത്തോൺ വരാൻ വേണ്ടി പോവാണ്. സോ മക്കളെ മറക്കണ്ട, നമുക്ക് അടിപൊളിയായിട്ട് ഞാൻ പഠിക്കാം. സോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എന്റെ മക്കൾക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ആണ്. അത് എങ്ങനെയാണ് ഷോർട്ടാക്കി പഠിക്കുന്നത് അത് മൊത്തം ഞാൻ പറഞ്ഞതാണ്. ആദ്യം മുതൽ അവസാനം വരെ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, മക്കൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണമെന്ന് ഡൗട്ട് ഉണ്ടാവും. മക്കളെ, 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നമ്മൾ പറയും 5ാമത്തെ ചാപ്റ്റർ മുതലാണ് എക്സാമിനുള്ളതെന്ന് പറയാറുണ്ട്. 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. പക്ഷേ ഞാൻ പറയും 4ാമത്തെ ചാപ്റ്ററും കൂടി എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക. 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ള മനസ്സിലാക്കിയേക്കുക. അഥവാ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിൽ നിന്ന് മാത്രം എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത് 1, 2, 3, 4, 5 എണ്ണം. അപ്പോൾ 1, 2, 3 ചോദ്യം വരും, കുറച്ച് മാർക്കിനെ വരിക. പക്ഷെ ഇതിന്നൊക്കെ നന്നായിട്ട് ഇൻവോൾവ് ആയിട്ട് ചോദ്യം വരും. ഇതെല്ലാം നന്നായിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ ചോദ്യങ്ങൾ കടക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ 4ാമത്തെ ചാപ്റ്ററിന് എടുക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് എൻ്റെ മക്കൾക്ക് ഇത്ര കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ പഠിച്ചേച്ച് പോവാം. പബ്ലിക് എക്സാമിനാണ്, ഈ എക്സാമിനായതുകൊണ്ട് ഇത്ര കാര്യങ്ങളുടെ മക്കൾ പഠിച്ചു വെച്ചാൽ മതി. അത് ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ നിങ്ങൾ ഷോർട്ടാക്കി തരാം. മക്കളെ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള സാധനം എൻ്റെ മക്കളെ ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറഞ്ഞുതരും. ഫെഡറലിസവും വേണ്ട, ഫെഡറലിസവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഇതാ 4ാമത്തേത് മുതൽ സെപ്പറേഷൻ ഓഫ് പവറും ലെജിസ്ലേറ്റീവും എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അവിടുന്ന് എൻ്റെ മക്കൾ ചോദ്യം വെക്കും. ഫെഡറലിസം ഒന്ന് എന്ത് ചെയ്യുക, നോക്കിയേച്ച് പോവാം. നോക്കിക്കോളി, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അധികാരം വേർതിരിക്കല്. അതിന് നിങ്ങൾക്ക് ചോദിക്കും നിയമനിർമ്മാണ സഭ, കാര്യനിർമ്മാണ സഭ, നീതിന്യായ വ്യവസ്ഥ ഉണ്ട്. ഇത് ലെജിസ്ലേച്ചറിലെ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ. ലോക്സഭയും രാജ്യസഭയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദ്യങ്ങൾ പല രീതിയിലാവും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 2 പ്രധാനപ്പെട്ട സഭകളുണ്ട്. സഭകൾ എന്തെല്ലാം സവിശേഷതകളാണ്, അങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവാം. നിങ്ങൾ സഭ ലോക്സഭ ഡിഫറൻസ് കണ്ടാൽ മക്കളെ, അതിന്റെ ഡിഫറൻസ് തന്നെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നോക്കളി, രാജ്യസഭയും ലോക്സഭയും 2 വ്യത്യാസം നമുക്കറിയാം. എന്താണ് വ്യത്യാസം ഉള്ളത്? ഇത് പച്ച കളറും ഇത് ചുവപ്പ് കളറും, അതാണോ വ്യത്യാസം? അങ്ങനെ നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മാർക്ക് കിട്ടൂല. അതെന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ടോട്ടലായിട്ട് എത്ര ആൾക്കാർ തിരഞ്ഞെടുക്കും? 543 ആൾക്കാരെ 2 പേരെ നോമിനേറ്റ് ചെയ്യും. മാത്രമല്ല, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് ലോക്സഭയെ അറിയപ്പെടാറുള്ളത്. മാത്രമല്ല, എലക്റ്റഡ് 5 years, 5 വർഷമാണ്. ഇപ്പോൾ ഈ നോമിനേഷൻ ഇല്ല. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും ബാക്കിയുള്ള പോയിന്റ്സ് എഴുതി വെക്കുക. റെപ്രസെൻറ്റേറ്റീവ് ആണ്, 5 വർഷമാണ് കാലാവധി. ആരെവിടെ പ്രിസൈഡ് ചെയ്യല്? ലോക്സഭ സ്പീക്കറാണ്. മാത്രമല്ല, ലോക്സഭയിൽ നമ്മൾ ഒന്നുകൂടി അറിയപ്പെടും, ലോവർ ഹൗസ് എന്നെന്ത് ചെയ്യും, അറിയപ്പെടും. മാക്സിമം ഇവിടെ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം 550 ആണും കൂടി എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. എത്ര പോയിന്റ്? 1, 2, 3, 4, 5, 6 പോയിന്റ്. ലോക്സഭ. രാജ്യസഭ അതേപോലെയാണ്. ഇവിടെ 543 ആൾക്കാർ എലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിലാണ് 238 ആൾക്കാരാണ്. 12 പേരെ നോമിനേറ്റ് ചെയ്യും. ആ നോമിനേറ്റ് ചെയ്യുന്നത് ആരാന്ന് കൂടി ജസ്റ്റ് അറിഞ്ഞു വെക്കുക. പ്രസിഡന്റ് ആണെന്ന് എന്ത് ചെയ്യാൻ മക്കൾ അറിഞ്ഞു വെക്കുക. മാത്രമല്ല, നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഈ സഭ അറിയപ്പെടുന്നത് എന്താണ്? ജനപ്രതിനിധി സഭയല്ല, കൗൺസിൽ എന്ന്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടും. മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എന്താണ്, പെർമനന്റ് ഹൗസ് എന്നറിയപ്പെടും. ഉപരാഷ്ട്രപതിയാണ് എന്തെങ്കിലും അധ്യക്ഷത വഹിക്കൽ. മാത്രമല്ല, ഇതിന് ഒന്നുകൂടി പഠിച്ചു, അപ്പർ ഹൗസ് എന്ന് വിളിക്കും. അപ്പർ ഹൗസ് എന്ന് വിളിക്കാറുണ്ടെന്ന് ചെയ്യാൻ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. അപ്പർ ഹൗസ് എന്ന് വിളിക്കാറുണ്ട്. എൻ്റെ മക്കളെ എന്ത് ചെയ്താൽ മതി അറിയോ? ഇത് പഠിക്കാൻ ഒരു ലൈൻ വരയ്ക്കുക. നോക്കിയോ കേട്ടോ. ലോക്സഭ നീത്, ലോകസഭ എന്നീത്, രാജ്യസഭ നീത് എന്നിട്ടൊന്ന് എഴുതി തന്നെ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. അങ്ങനെയാണ് എൻ്റെ മക്കളെ മൈൻഡിലേക്ക് കൃത്യമായിട്ട് എഴുതും. മക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറുതെ കണ്ടുപോകരുത്, ഒന്ന് എഴുതി നോക്കുക. എൻ്റെ കൂടെ എഴുതി. ലോക്സഭേൻ്റെ പ്രത്യേകത ഞാൻ എഴുതാൻ വേണ്ടി പെട്ടോ. 543 ആൾക്കാരാണ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. 543 ആൾക്കാർ സെലക്ട് ചെയ്യും. മാക്സിമം കൗണ്ട് പറ്റുക 550 ആണ്. 5 വർഷമാണ് കാലാവധി. 5 വർഷമാണ് എന്ത് കാലാവധി. 25 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. 25 വയസ്സ് കഴിയണം. 25 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. ഇത് എന്ത് ഹൗസ് എന്നറിയപ്പെടും? ഉപരിമണ്ഡലം, അല്ല, ഇത് അധോമണ്ഡലം എന്ന് അറിയപ്പെടും. അതിനാണ് ലോവർ ഹൗസ് എന്ന് വിളിക്കുക കേട്ടോ. അധോമണ്ഡലം മലയാളത്തിലാണ് പറയുക. അതിനാണ് ലോവർ ഹൗസ് എന്ന് പറയുക കേട്ടോ. ലോവർ ഹൗസ് നമ്മൾ വിളിക്കാറുണ്ട്. മാത്രമല്ല, ബാക്കി കുറച്ച് പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ആണ്. പിന്നെ ആരാണ് അധ്യക്ഷത വഹിക്കൽ, അതും കൂടി ഒന്ന് മൈൻഡിലേക്ക് വെക്കാം കേട്ടോ. അധ്യക്ഷൻ,
അധ്യക്ഷൻ എപ്പോഴും ആരാണെന്ന് മനസ്സിലാക്കിയേക്കുക. ലോക്സഭയിൽ ആരാണ് സ്പീക്കറാണെന്ന് മനസ്സിലാക്കുക. ലോക്സഭ സ്പീക്കറാണെന്ന് ദീന മക്കൾ മനസ്സിലാക്കിയേക്കുക. രാജ്യസഭ അതേപോലെ ചെയ്താൽ പറ്റും. 238 അംഗങ്ങളെ തെരഞ്ഞെടുക്കും. 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും. 12 പേരെ പ്രസിഡന്റാണ് എന്ത് ചെയ്യുക, നോമിനേറ്റ് ചെയ്യുക. ടോട്ടൽ അംഗങ്ങൾ എത്രയാണ്? അപ്പം 250 എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. മാക്സിമം 250 ആണ്. 6 വർഷമാണ് കാലാവധി എന്ന് മനസ്സിലാക്കി വെക്കുക. 30 വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ എന്ത് ചെയ്യുക, മക്കളെ മനസ്സിലാക്കി വെക്കുക. ഇതിനെ വിളിക്കുന്ന പേര് ഉപരിമണ്ഡലം എന്ന് വിളിക്കട്ടോ. ഉപരിമണ്ഡലം എന്ന് നമ്മൾ വിളിക്കും. അതിനാണ് നമ്മൾ അപ്പർ ഹൗസ് എന്ന് പറയാം കേട്ടോ. അപ്പർ ഹൗസ് എന്ന് പറയാറുള്ളത്, അപ്പർ ഹൗസ് എന്ന് പറയാറുള്ളത്. കണ്ടോ, ഈ രീതിയിൽ എഴുതി തന്നെ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. സോ ഈ ക്വസ്റ്റ്യൻ വന്നാൽ എൻ്റെ മക്കൾ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ്. രണ്ടാമത്തത് എൻ്റെ മക്കൾ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഭരണഘടനാ ഭേദഗതികൾ എൻ്റെ മക്കൾ ചോദിക്കാറുണ്ട്. ഭരണഘടനാ ഭേദഗതിയിൽ ഇതാണ് ഭേദഗതിയിലെ പ്രധാനപ്പെട്ട 3 രീതികളുണ്ട്, ഭേദഗതി രീതികൾ. ഇതെൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. എക്സാമിന് മുന്നേ അമീൻ സാർ ഒരു കാര്യം പറയാൻ പോകുന്നു. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ക്രിസ്മസ് 2025 ക്രിസ്മസ് 2025 ഇവിടുന്നായിരിക്കും എൻ്റെ മക്കൾക്ക് എക്സാം ചോദ്യം വരിക. നോക്കളി, ഭരണഘടനയിൽ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഏതാണ് ഭേദഗതി എന്നുള്ളത് നോക്കളി. 3 രീതിയിലുള്ള ഭേദഗതി ഉണ്ട്. ഒന്ന് എന്ത് പറയും, അയവുള്ള ഭേദഗതി, അത് നമ്മൾ വിളിക്കും ഫ്ലെക്സിബിൾ അമെൻമെന്റ് എന്ന് വിളിക്കും. മറ്റേ ദൃഢമായ ഭേദഗതി, അതിനെ റിജിഡ് അമെൻമെന്റ് എന്ന് വിളിക്കും. മറ്റൊരു അതിദൃഢമായ ഭേദഗതി എന്ന് വിളിക്കും, മോർ റിജിഡ് അമെൻമെന്റ് വിളിക്കും. എന്താണ് വ്യത്യാസം നോക്കിക്കോളി. ഭരണഘടനയിൽ നമ്മൾ ഭേദഗതി എടുത്താം. ഒന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, അതേപോലെ ഒഴിവാക്കാം. നമുക്കറിയാം ഭരണഘടനയിൽ ഒഴിവാക്കിയതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി, കൂട്ടിച്ചേർത്താണ് ആർട്ടിക്കിൾ 21A. ഇതൊക്കെ എങ്ങനെയാണ് നോക്കാൻ വേണ്ടി നോക്കി. അയവുള്ള ഭേദഗതിയുടെ പ്രത്യേകത അറിയും. ഇത് മാറ്റം വരുത്താം. അതിലെന്താ മതി, കേവല ഭൂരിപക്ഷത്തിലെ സാധാരണ നിയമനിർമ്മാണത്തിലൂടെ മാറ്റാൻ പറ്റിയതാണിത് അയവുള്ള ഭേദഗതി. എക്സാമ്പിൾ ആണ് അതിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാത്തിലും എക്സാമ്പിൾ കേട്ടോ. ഉദാഹരണം ഏതൊക്കെ, സംസ്ഥാനങ്ങളുടെ പേരോ അതിരുകളോ പൗരത്വമൊക്കെ എന്ത് ചെയ്യുക, അയവുള്ള ഭേദഗതിയിലാണ്. കേവല ഭൂരിപക്ഷം മതി. അത് ഇപ്പം ലോക്സഭയാണ്, ആ ബില്ല് കൊണ്ടുവരുന്നത്. ലോക്സഭയിൽ എന്ത് ചെയ്താൽ മതി, ഒരു കേവല ഭൂരിപക്ഷം 2/3 എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ 3/2 ഭാഗമൊക്കെ കിട്ടിയാൽ എന്ത് ചെയ്യാം, അത് മാറ്റാൻ പറ്റും. അതാണ് ഇത് ഇന്ത്യൻ ക്യാൻ ബി അമെൻമെന്റ് ദ പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ മെജോറിറ്റി ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റിയതാണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ കേട്ടോ, നെയിം ഓഫ് സ്റ്റേറ്റ്, ബൗണ്ടറീസ്, സിറ്റിസൺഷിപ്പ് ഒക്കെ നടത്താൻ പറ്റും. പക്ഷേ ചിലത് അങ്ങനെയല്ല, സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതാണ് റിജിഡ് അമെൻമെന്റ്. സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ഹൗസസ് പാർലമെന്റ് ഇസ് റിക്വയർഡ്. മറ്റേത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് എന്ത് ചെയ്യണം, എക്സാമ്പിളാണ് മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ. ഇതൊക്കെ മാറ്റം വരുത്താൻ എന്ത് ചെയ്യുന്ന അറിയോ, 2 സഭകളും 2 സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അപ്പോൾ ലോക്സഭയും രാജ്യസഭയിലും എല്ലാവരിലും പകുതിയിൽ കൂടുതൽ ആൾക്കാർ അംഗീകരിച്ചാൽ മാത്രം മാറ്റാൻ പറ്റിയതാണിത് മൗലികാവകാശങ്ങൾ. അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ആ സ്പെഷ്യൽ മെജോറിറ്റിയാണ്. ഇനി അടുത്തതാണ് മോർ റിജിഡ് അമെൻമെന്റ്. ആ റിജിഡ് അമെൻമെന്റ് പ്രത്യേകം എന്താ അറിയോ, ഇതെന്താണ്, 2 സഭകൾ അംഗീകരിച്ചാലേ ഇതിനെ നോക്കി കേട്ടോ. ഇത് പ്രത്യേക 2 സഭകളുടെ ഭൂരിപക്ഷവും മാത്രം പോരാ, എല്ലാ സംസ്ഥാനങ്ങളിലും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങൾ അംഗീകരിക്കുവാണ്. എന്നാൽ മാത്രം മാറ്റാൻ പറ്റിയതാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം എന്ന് പറഞ്ഞത്. അതാണ് എൻ്റെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആൻഡ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൻ്റെ ഒക്കെ പവർ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൽ. അത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് പാർലമെൻറ്റും ലെസ് ദാൻ ഹാഫ് ഓഫ് സ്റ്റേറ്റ് എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അതാണിത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റാൻ പറ്റുള്ളൂ. ഭരണങ്ങളിലെല്ലാം നിയമമുണ്ട്. ഈ നിയമത്തിന് എല്ലാത്തിനും ഒരേപോലെ മാറ്റാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ഒരു ചെമ്പിൽ ബിരിയാണി ഉണ്ട്. ഈ ചെമ്പിലെ ബിരിയാണി എല്ലായിടത്തും ഒരേ വേവ് ഉണ്ടാവില്ല. അല്ല, മുകളിലെ വേവ് ചിലപ്പോൾ കൂടുതൽ കുറവേക്ക് ഉണ്ടാവുക, അടിയിലേക്ക് എത്തുമ്പോൾ വേവ് കൂടാൻ മതി, സെൻറ്ററിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അങ്ങനെ പലതുണ്ടാവും. അപ്പോൾ ബിരിയാണി അറിയുമ്പോൾ അങ്ങനെ കുറച്ച് അപ്പോൾ അതിനനുസരിച്ച് എന്താണ് നിയമങ്ങൾ അറിയിക്കുക. എല്ലാ നിയമമുണ്ട്, പക്ഷേ നിയമം എല്ലാം ഭരണഘടനാ ഭേദഗതി തോന്നിയ പോലെ മാറ്റില്ല. ഓരോന്നിനും അതിനായിട്ടുള്ള പവർ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ അമെൻമെൻറ്റിൻ്റെ രീതികൾ എന്ന് പറഞ്ഞെങ്കിൽ. അങ്ങനെ എൻ്റെ മക്കൾ പറഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റണമെങ്കിൽ ഏതായിരിക്കും, എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്തേ, വേഗം മക്കൾ കമൻറ്റ് ചെയ്ത് തന്നെ വെക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്ത് വെക്കണം. സംസ്ഥാനങ്ങളുടെ പേര് ഏതാണ്, ഫ്ലെക്സിബിൾ ആണ്, മനസ്സിലാക്കിക്കുക. ഫ്ലെക്സിബിൾ അമെൻഡ് മാറ്റാൻ പറ്റും. 86ാം ഭരണഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ മാറ്റം വരുത്താണ്. അതാണ് ഇവിടെ കണ്ടല്ലോ, ഭരണഘടനാ ഭേദഗതി 86ാം ഭരണഭേദഗതി മൗലികാവകാശങ്ങൾ വന്നതാണ് ആർട്ടിക്കിൾ 21. അതേതാണ്, റിജിഡ് ആണ്, മനസ്സിലാക്കിയേക്കുക. റിജിഡ്. മറ്റത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ നോക്കുക. കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മളെ സ്റ്റേറ്റിനും മറ്റവർക്കൊക്കെ പവർ അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് കൺകറന്റ് ലിസ്റ്റ്. അതിൽ മാറ്റം വരുത്താണെങ്കിൽ റിജിഡ് ആണോ, ഫ്ലെക്സിബിൾ ആണോ, മോർ റിജിഡ് ആണോ, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഈ രീതിയിൽ എൻ്റെ മക്കൾ ഇത് പഠിച്ചു വെക്കണം. എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യുക, കാര്യനിർവഹണത്തിലെ ഈ ഒരു വിഭാഗം, കാര്യനിർവഹണത്തിന് ഈ ഒരു ഇതുണ്ടല്ലോ, ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാം ചോദിച്ചിട്ടുണ്ട്, ഇത് തന്നിട്ടില്ല, ഇതും തന്നിട്ടില്ല, എന്നിട്ട് ഇത് ഫില്ലാക്കാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയേക്കുക, കാര്യനിർവഹണത്തെ 2 എണ്ണാക്കി നമ്മൾ മാറ്റിയാണ്. എന്താണ്, ഒന്ന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, പെർമനന്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. ഒന്ന് നമ്മൾ നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും, മറ്റേ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കും. അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മക്കൾ അറിഞ്ഞു വെക്കുക. അതിൻ്റെ രാഷ്ട്രപതി ചുമതലകൾ ജസ്റ്റ് ഇങ്ങനെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ആരൊക്കെയോ നിയമിക്കലാണ്. അപ്പോയിൻമെന്റ് പ്രൈം മിനിസ്റ്റർ, അപ്പോയിൻമെന്റ് ചീഫ് ജസ്റ്റിസ്, ജഡ്ജസ് ഒക്കെ അപ്പോയിൻമെന്റ് ആണെന്ന് മനസ്സിലാക്കിയേക്കുക. അതിനെന്ത് ചെയ്താൽ അറിയോ, അപ്പോയിൻമെന്റ് എടുക്കുക.
എന്നിട്ട് ഇങ്ങനെ ആക്കി പഠിച്ചു. അപ്പോയിൻമെൻറ്റ് AP എന്ന് ഷോർട്ട് ആക്കാം കേട്ടോ. അപ്പോയിൻമെൻറ്റ് പ്രൈം മിനിസ്റ്റർ, അടുത്താണ് ചീഫ് ജസ്റ്റിസ്, അതുപോലെ സുപ്രീം കോടതി ജഡ്ജി, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പോയിന്റ് ആക്കി ഷോർട്ട് ആക്കുക, എന്ത് ചെയ്യുക എൻ്റെ മക്കൾ സെറ്റപ്പ് ആക്കുക. പിന്നെ ഈ ചാപ്റ്റർ ഞാൻ അത് പഠിപ്പിച്ചു തന്നു. അതേ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ അടുത്ത 8ാമത്തെ ചാപ്റ്റർ കൊടുത്തത്, എക്സ്റ്റാൻഷൻ ഓഫ് ഡെമോക്രസി ത്രൂ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളുടെ. ഈ ചാപ്റ്റർ നന്നായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. ഈ ചാപ്റ്ററിൽ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കേണ്ട സാധനങ്ങൾ ഇതാണെന്ന് ചെയ്യാൻ എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. സോ മറക്കണ്ട മക്കളെ, 7 മണി കേട്ടോ, 7 മണി ഞാൻ വീണ്ടും ഓർമ്മിക്കാണ്. എല്ലാവരും കൃത്യമായിട്ടും കൂടെ വന്നാൽ നമുക്ക് എന്തെങ്കിലും പൊളിച്ചടക്കി പഠിക്കണം. നോക്കിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ December 13 ചിലപ്പോൾ ഈ വീഡിയോ 14-ാം തീയതി കാണുന്നവരുണ്ടോ, 14-ാം തീയതി കാണുന്നവർ അന്നും 7 മണിക്ക് നമ്മൾ മാരത്തോൺ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. സോ ഈ ചാപ്റ്റർ പഠിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇതെൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ എന്ത് ചെയ്തു, കംപ്ലീറ്റഡ് ആയി. നോക്കാം എന്താണ് ഈ ചാപ്റ്റർ പറഞ്ഞത്. ഇപ്പം നമ്മൾ കുറേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഭരണഘടന എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞല്ലോ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ആൾക്കാരാണിത് ഈ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിങ്ങൾക്ക് ഒന്നാമത് ചോദിക്കാൻ പോകുന്ന ചോദ്യം തന്നെയാണ്, ജനാധിപത്യ സ്ഥാപനങ്ങൾ ഏതെല്ലാം ചോദിക്കും. മക്കളെ പഠിച്ചു വെച്ചോ. ഇതൊക്കെ ഓൾഡ് ആണ്. ന്യൂ ഏതൊക്കെയാണ് മക്കൾക്ക് അറിയില്ല. മക്കളെ 7 മണിക്ക് പോരി ന്യൂ ഏതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഒന്ന് പറഞ്ഞുതരാം, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്, വിജിലൻസ് കമ്മീഷൻസ് ഉണ്ട്, അങ്ങനത്തെ കമ്മീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കമ്മീഷൻസ്. പിന്നോക്ക വിഭാഗമുണ്ട്, പട്ടികജാതിൻ്റെ, പട്ടികവർഗമുണ്ട്, വംശവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇതൊക്കെയാണ് കമ്മീഷൻസ്. ഈ കമ്മീഷൻസിനെ നമ്മൾ 2 ആക്കി മാറ്റിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട്, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഉണ്ട്. എന്താ വ്യത്യാസം? സിമ്പിളാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്താണ്, ഭരണഘടന വന്നപ്പോൾ ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് ചെയ്തത്, ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ വന്നതാണിത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ഭരണഘടന ഉണ്ടാക്കിയപ്പോഴേ വന്നതാണ്, ഭരണഘടനയിലൂടെ വന്നതാണ്. മനസ്സിലാക്കുക, ഭരണഘടനയിലൂടെ വന്ന സ്ഥാപനമാണ് എന്ത് ചെയ്യുക, ഷോർട്ടാക്കി പഠിക്കുക. ഭരണഘടനയുടെ സ്ഥാപനം ഇതെങ്ങനെയാണ്, നിയമത്തിലൂടെ ഇൻറ്റു ലോയിലൂടെ വന്നതാണ്. നിയമത്തിലൂടെ വന്നതാണ് ഈ സ്ഥാപനം. മനസ്സിലാക്കുക, നിയമത്തിലൂടെ അഥവാ ഇത് 1950 മുന്നേ വന്നതാണ്. ഇത് 1950 ശേഷം വന്നതാണ്, ഭരണഘടനയ്ക്ക് ശേഷം വന്നതാണ് എന്ത്, ഈ സ്ഥാപനങ്ങൾ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. നോക്കിക്കോളി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മക്കളെ ഇപ്പം എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിന്നൊരു ചോദ്യം എൻ്റെ മക്കൾക്ക് വരാൻ ചാൻസ് ഉണ്ട്, ക്രിസ്മസ് എക്സാം 2025. മക്കളെ ഈ ചോദ്യം വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ തലയിലെ മുടിയില്ലേ, ആ മുടി ഞാൻ 2 മുടി നിങ്ങൾക്ക് ഞാൻ തരും, ഉറപ്പിച്ചോളി. മക്കളെ ഞാൻ അത്രയും പറയാനുള്ള കാരണം പഠിച്ചോളി, അത് വരും എന്നുള്ള ഉറപ്പാണ് കേട്ടോ. അപ്പം ഈ തെരഞ്ഞെടുപ്പിന് ചുമതലകൾ ഇതാണ് നിങ്ങളുടെ ബുക്കിലുള്ള സാധനം. ഇതെന്ത് ചെയ്യുക, എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. പക്ഷേ ഇത് പഠിക്കാൻ ഏറ്റവും ഷോർട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഷോർട്ടാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഞാൻ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ത് എഴുതിയെടുക്കാം. മക്കൾ ഇത് എഴുതിയാലും മാർക്ക് കിട്ടും. ഏറ്റവും ബെറ്റർ എന്താ, ഇത് പഠിച്ചു വെക്കണമെന്നാണ്. ബട്ട് ഇതെന്ത് ചെയ്യാൻ എൻ്റെ മക്കൾ ഷോർട്ടാക്കി പഠിക്കാൻ പറ്റും. ഇത് പഠിക്കാനൊരു സ്റ്റോറി ഉണ്ട്. ഇത് കൃത്യമായിട്ട് പഠിക്കാൻ ഇത് മൊത്തം പഠിക്കാൻ നിങ്ങൾ പാത്തുമ്മാൻ്റെ പ്രണയം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് പഠിച്ചാൽ എൻ്റെ മക്കൾ കിട്ടും. കൃത്യം 7 മണിക്ക് പോര്, 7 മണിക്ക് ഞാൻ എന്തെയും സെറ്റാക്കി എൻ്റെ മക്കൾക്ക് മാറ്റിയായിരുന്നു. പിന്നെയാണ് ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കമ്മീഷൻസ്. 6 കമ്മീഷൻസ് ഉണ്ട്. നിങ്ങൾ 6 പഠിക്കേണ്ട ആവശ്യമുണ്ട് വെച്ചാൽ 6 ഇമ്പോർട്ടൻറ്റ്. പക്ഷെ 3 എൻ്റെ മക്കൾ പഠിച്ചാൽ മതി ഞാൻ പറയാറുണ്ട്. പക്ഷേ 6 എന്ത് ചെയ്യാം, നമുക്ക് സെറ്റാക്കാം. കമ്മീഷൻസ് പഠിക്കുന്ന സമയത്ത് ഞാൻ അതെന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കമ്മീഷൻസും ഈ രീതിയിലേക്ക് മാറ്റി തന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഏത് കമ്മീഷൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പഠിക്കുക. അതിന് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചു, അപ്പം നിങ്ങൾ എഴുതേണ്ടത് ഏത് വർഷമാണ്, അംഗങ്ങളുടെ കാലാവധി, പിന്നെ ചോദിക്കും അംഗങ്ങൾ നിയമിക്കുന്നത് ആസ്ഥാനം. അപ്പൊ എന്ത് ചോദിച്ചാലും എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതൊന്ന് ചോദിക്കാൻ 4 മാർക്കിനേക്ക് ചോദ്യം വരിക. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എന്താ പോയിന്റാ, 1 2 3 4 5 ഒരു പോയിന്റ് എക്സ്ട്രാ പിടിച്ചോളി. അപ്പോൾ കണ്ടല്ലോ, എന്നാണ് നിയമിച്ചത്, 925, 6 വർഷമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രസിഡന്റാണ്, ന്യൂഡൽഹിയാണ്. അടുത്താണ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ. ഇതിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ October 12 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. 6 മെമ്പേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, പ്രസിഡന്റാണ് നിയമിക്കുക, ന്യൂഡൽഹിയാണ്. ഒന്നിന് മാത്രം അടുത്തിൽ വ്യത്യാസം ഉണ്ട്, നോക്കാം കേട്ടോ. ഇതിൽ നിയമിക്കുന്നത് മാത്രം ഒന്നും വ്യത്യാസമില്ല. ഇവിടെ നിയമിക്കുന്ന ആരാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണെന്ന് എൻ്റെ മക്കളെ മനസ്സിലാക്കി വെക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അത്. എന്നാണ് അടുത്തത് കേട്ടോ, വനിതാ കമ്മീഷനാണ്. January 31 3 വർഷമാണ് കാലാവധി. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 5 മെമ്പേഴ്സ് ഉണ്ടാവും, ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും, ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഈ രീതിയിൽ എൻ്റെ മക്കൾ എഴുതി തന്നെ പഠിച്ചേക്കാം. കാരണം നിങ്ങളെ ബുക്കിൽ 8 9 പേജ് ഇത് മാത്രം കമ്മീഷൻസ്, അത് മൊത്തം ഞാൻ ഇങ്ങനെയൊക്കെ ഷോർട്ടാക്കി തന്നതാണ്. അത് അമീൻ സാർ പുള്ളിയാണ്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, സോ അതെന്ത് ചെയ്യുക, എൻ്റെ മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. നോക്കിക്കോളെ, ഞാൻ ഇവിടുന്ന് ഒരു ഐഡിയ കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾ പഠിക്കയ്യോ, ഇത് ഒക്കെ വരെയാണല്ലോ വരുന്നത്.
കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കും ഏകദേശം എല്ലാം ഈക്വൽ 3 years പ്രസിഡന്റ് ന്യൂഡൽഹി. ഇവിടെ ഒറ്റന്നേ ഉള്ളൂ, ഇവിടെ മാത്രം ഒരു 5 members, ബാക്കി എല്ലായിടത്തും 3 members ആണ് ചെയ്യുക, മനസ്സിലാക്കിക്കുക. പിന്നെ അങ്ങ് ഡേറ്റ് മാത്രം പഠിച്ചാൽ മതി, സെറ്റാണല്ലോ. പിന്നെ എൻ്റെ മക്കൾക്ക് ചോദിക്കാൻ പോകുന്ന അടുത്തൊരു ചാപ്റ്ററാണ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ. ഇന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരുന്നതിന് മക്കൾ ഡൗട്ട് ഉണ്ടാവും. ഒന്നാണ്, എന്താണ് ഡെമോഗ്രഫി എന്ന് പഠിച്ചേക്കണം. നോക്കിയോളി, ഡെമോഗ്രഫി, വാട്ട് ഈസ് ഡെമോഗ്രഫി ചോദിച്ചാൽ മക്കൾ മനസ്സിലാക്കുക. ഡെമോഗ്രഫി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് എന്തൊക്കെയാണ്? പോപ്പുലേഷൻ സ്ട്രക്ചർ, സച്ച് എ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഓഫ് ഡെൻസിറ്റി. അഥവാ ജനനമരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനസംഖ്യാശാസ്ത്രം എന്ന് പറയാറുള്ളത്. മാത്രമല്ല, എന്തൊക്കെയാണ് ഈ ജനസംഖ്യ കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് മക്കളെ? ഇതൊരു കോമൺ ജനറൽ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതൊക്കെയാണ് എൻ്റെ മക്കളൊന്ന് പഠിച്ചു വെക്കുക. ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, പട്ടിണി, ക്രൈസിസ് ഓഫ് ഇൻ ഹെൽത്ത് സെക്ടർ അഥവാ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പൊക്കെ ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. പിന്നെ ഞങ്ങൾ ചോദിക്കും ഇത് രണ്ടെണ്ണം ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് സോഷ്യൽ ഡെമോഗ്രഫി ഉണ്ട്, ഫോർമൽ ഡെമോഗ്രഫി ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സോഷ്യൽ അല്ല, ഫോർമൽ ഡെമോഗ്രഫി ആണുള്ളത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് ഡെമോഗ്രഫി എന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കാം. അതിൻ്റെ പോയിന്റ് പറഞ്ഞു കേട്ടോ. സോഷ്യൽ ഡെമോഗ്രഫി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം നമുക്ക്. ഞാനൊന്ന് കളർ കുറയ്ക്കട്ടെ, എൻ്റെ മക്കളൊന്ന് കളർ കുറക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ഇതൊന്ന് കൃത്യമായിട്ട് നോക്കി പോകേണ്ടി കേട്ടത്. സോഷ്യൽ ഡെമോഗ്രഫി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നോക്കിയോളി, ഒരു പ്രദേശത്ത് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുന്നതാണിത് സോഷ്യൽ ഡെമോഗ്രഫി. ഒരു ചെറിയ പ്രദേശം, ഒരു ചെറിയ പെർട്ടിക്കുലർ ഉണ്ടല്ലോ, എന്ത് ചെയ്യുന്നു, കോസസ് ആൻഡ് കോൺസിക്വൻസ് എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് എവിടുത്തെ നോക്കുന്നു, എ പെർട്ടിക്കുലർ റീജിയനിലെ നോക്കുന്നതിനാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുക. ബട്ട് ഫോർമൽ ഡെമോഗ്രഫി അങ്ങനെയല്ല, അത് കൃത്യമായിട്ട് മെഷർ ചെയ്യും, അനാലിസിസ് ചെയ്യും പോപ്പുലേഷൻ ചേഞ്ചസ്. അതിന് എക്സാമ്പിളാണ് ഏതെന്ന് മനസ്സിലാക്കിയേക്കുക, സെൻസസ് ഇതിന് എക്സാമ്പിളാണ് മനസ്സിലാക്കിയേക്കുക ഫോർമൽ ഡെമോഗ്രഫി സ്റ്റഡിക്ക്. മാത്രമല്ല അത് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഏജ് സ്ട്രക്ചറും ജെൻഡറും റേഷ്യോ ഒക്കെ നോക്കുന്നതാണ് മനസ്സിലാക്കിയേക്കുക. അപ്പോൾ ഫോർമൽ ഡെമോഗ്രഫി പറഞ്ഞാൽ ഔപചാരിക പറഞ്ഞാൽ കൃത്യമായിട്ട് എന്തുണ്ട്, വെറുതെ എന്തല്ല ഒരു പ്രദേശ സാമൂഹിക സാമ്പത്തികം നോക്കല്ല, കൃത്യമായിട്ട് അളവുകളും അതിൻ്റെ ഘടകങ്ങളൊക്കെ വിശകലനം നടത്തുകയും എന്നിട്ട് അളവുകൾ കൃത്യമായിട്ട് നോക്കി വിശകലനം നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡിയാണ്. അതിന് എക്സാമ്പിളാണ് എന്ത്, ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് മനസ്സിലാക്കിയേക്കുക. സ്ത്രീ പുരുഷ അനുപാതം, പ്രായഘടന, സാമൂഹിക സാമ്പത്തിക തുടങ്ങിയ ആ തത്വങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ ചെയ്യുക എൻ്റെ മക്കളെ മനസ്സിലാക്കിയേക്കുക. ആരതും കൊണ്ടുവരല്ലേ, സെൻസസ് കമ്മീഷൻസും അതേപോലെ തന്നെ രജിസ്ട്രാർ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും വലുതാണ്. 10 വർഷത്തിലൊരിക്കലാണ് എന്തെങ്കിലും സെൻസസ് നടക്കുന്നത് എന്ത് ചെയ്യുക മനസ്സിലാക്കിയേക്കുക. ആ സെൻസസിലെ ഈ സൂചകങ്ങൾ എൻ്റെ മക്കൾ എപ്പോഴും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഈ സൂചകങ്ങളിലാണ് എൻ്റെ മക്കൾ ഏതെങ്കിലും 3 സൂചകങ്ങളാണ് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഒന്ന്, എന്തായാലും എൻ്റെ മക്കൾ മൈഗ്രേഷൻ പഠിച്ചു പോകണം, ഇമ്പോർട്ടൻറ്റ്. അടുത്ത പോപ്പുലേഷൻ ഡെൻസിറ്റി പഠിച്ചു പോകണം. അടുത്ത 2 കൂടി പഠിച്ചാൽ മതി, ബാക്കി പഠിക്കേണ്ട. ഏതാണല്ലേ 7 മണിക്ക് പോരി ഞാൻ പറഞ്ഞുതരാം. സോ നോക്കിക്കോളി, അതിൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ ആയുർദൈർഘ്യം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ആയുർദൈർഘ്യത്തിൽ എൻ്റെ മക്കൾ ചോദിക്കും, കേരളത്തിൽ ഉയർന്ന ആയുർദൈർഘ്യത്തിന് നിരവധി ഘടകങ്ങൾ എന്താണ്? കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം ഉള്ളത് ഇന്ത്യ സംസ്ഥാനങ്ങൾ. കാരണം എന്താണെന്ന് ചോദിക്കും. അതാണ് ഒന്ന്, ഉയർന്ന ഹൈ ലിറ്ററസി റേറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, ഉയർന്ന സാക്ഷരതാ മിഷനും ഉന്നത വിദ്യാഭ്യാസമുണ്ട്. മാത്രമല്ല ഡീസെൻട്രലൈസ്ഡ് ആൻഡ് പബ്ലിക് ഹെൽത്ത് പോളിസി ഉണ്ട്, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ കേന്ദ്രം നമുക്കുണ്ട്, ക്ലീൻനെസ് ശുചിത്വ ബോധമുണ്ട്, അതായത് ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ് നമുക്ക് കൃത്യമായിട്ട് നടക്കുന്നതാണ്. പിന്നെ ആരും നോക്കാതെ പോകുന്ന സാധനമാണ് ഈ സാധനം. മക്കളെ, കഴിഞ്ഞ എക്സാമിന് ക്രിസ്മസിനും പബ്ലിക്കും ചോദിച്ചതാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ വിട്ടുപോകണ്ട, നന്നായിട്ട് പഠിച്ചു വെച്ചോ. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, ജനസംഖ്യ ലാഭവിഹിതത്തിൻ്റെ നേട്ടങ്ങൾ? ഒന്ന്, സോഷ്യൽ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് കൺട്രി ഇൻക്രീസസ്, രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കും. പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ്, രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കും. ദ കൺട്രി എൻജോയ് ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അതായത് ഉയർന്ന മനുഷ്യ വിഭവശേഷി എന്ത് ചെയ്യുന്നു, ലഭ്യമാക്കുന്നുണ്ടെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കിയേക്കുക. സോ മക്കളെ, ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഫ്രണ്ട്സ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല, വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മക്കളെ, ലൈക്ക് അടിക്കാത്തോ ലൈക്ക് അടിക്കുക. ഇനിയും ഇതേപോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് മക്കൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യണം, കാരണം നിങ്ങളായിട്ട് നിങ്ങൾക്ക് വേറെ ബന്ധങ്ങളില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മക്കളെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇന്ന് 7 മണിക്ക് എൻ്റെ മക്കൾ പോരി, ഇന്നും നാളെയും ഉണ്ടാവും. മക്കളെ, നമുക്ക് അടിപൊളിയാക്കാം. ഒരു കാര്യം, ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴല്ലേ കുറച്ചെങ്കിലും പഠിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് വേണ്ടി ഷോർട്ട് അല്ലേ, നിങ്ങൾക്ക് വേണ്ടി ചെറിയ ക്വസ്റ്റ്യൻസ് അല്ലേ, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കല്ലേ, കൽബോർഡുണ്ട്, നമ്മൾ സെറ്റാക്കാം. സോ മക്കളെ, കൃത്യമായിട്ട് 7 മണിക്ക് പോവുക. നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ.